പിന്നെ ആ രതീഷ് വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ആഘോഷമായിട്ടൊന്നുമില്ല, ചെറിയൊരു ചടങ്ങും പിന്നെ പേരിനൊരു ചരട് കെട്ടെന്നു. കൊച്ചിന്റെ അച്ഛനെ ചോദിച്ച് അവനെങ്ങാനും പടി ചവിട്ടിയാ അവന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. ആൾക്കാർ കേൾക്കുന്നു. എടി അവൻ ആശുപത്രി വരെ ഒന്ന് എന്നെ എത്തി നോക്കി പോയനല്ലേ. എന്റെ സ്വഭാവം മര്യാദക്ക് അറിയത്തില്ല. അച്ഛാ ഇവൻ ആരെ പോലെ ആയിരിക്കുന്നേ? ആരെ പോലെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷെ അവൻ അവന്റെ അച്ഛന്റെ പോലെ ഇരിക്കരുത്. എന്നാ വർത്താനം അച്ഛി പറയുന്നേ? കൊച്ചുങ്ങളെ പിന്നെ അവരുടെ അച്ഛനെ പോലെയല്ലേ ഇരിക്കേണ്ടത്. നിന്റെ മോനെ ഒരു പഞ്ചായത്ത് സെന്റായി വളരണ്ടെന്ന് കരുതിയാ ഞാൻ നിന്നോട് ഇത് പറഞ്ഞത്. അവന്റെ അച്ഛനെ നാട്ടുകാരെടുത്തിട്ട് അടിക്കുന്ന പോലെ അവനെ അടിക്കും. അച്ഛാ ചടങ്ങിനെ പുള്ളിക്കാരന് വരണോന്നൊരാഗ്രഹം. അച്ഛൻ വഴക്കൊന്നും പറയില്ലേട്ടോ. വഴക്ക് പറയരുതെന്നല്ലേ. എങ്ങനെ വഴക്ക് പറയാതിരിക്കും? ഗർഭിണിയായ നിന്നെ 7-ാം മാസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് വന്നവനല്ലേടി അവൻ. പിന്നെ അവൻ ഇവിടുന്ന് പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വേറെ വണ്ടി വിളിച്ചല്ലേടി ഇങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് കൊണ്ടുവന്ന 9 തരം പലഹാരം ഒറ്റക്കിരുന്ന് കഴിച്ചു തീർത്തവനല്ല അവൻ. എനിക്ക് പോലും തന്നില്ല. നാട്ടുകാരൊക്കെ ചോദിച്ചു പ്രസവത്തിന് മരുമോനെയാണോ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഞാൻ ആകെ നാണം കെട്ട് പോയില്ലേടി. പ്രസവരക്ഷയ്ക്കായി നിനക്ക് വാങ്ങിയ ലേഹ്യം മറ്റൊക്കെ എടുത്തു കഴിച്ചിട്ടല്ലേടി ഞാൻ അവനെ വഴക്ക് പറഞ്ഞത് അല്ലേ? അച്ഛ കൊച്ചു കരയുന്നേ, ഇത്തിരി സൗണ്ട് കുറച്ചൂടെ? അയ്യോ അയ്യോ അയ്യോ, ചിഞ്ചിരി മുത്തേ, അമ്മയുടെ മുത്തേ. നിന്റെ അപ്പൂപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ അച്ഛനെ ഒരു കള്ളനാണെന്ന് പറയായിരുന്നു. ഉള്ള സത്യങ്ങളൊക്കെ ഇപ്പോഴെ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിക്കാണ് മോളെ. കണ്ണനെന്ന പേര് രേവതി നാള്. ഓ ഇവള് കേക്കണില്ലല്ലേ? അയ്യോ മോനെ പച്ചേട്ടൻ. മോനെ ദാ നിന്റെ അച്ഛൻ വന്നിക്കുന്നു. വിളിച്ചു കൂവാതെ നിന്റെ അച്ഛൻ കേക്കൂടി. അച്ഛൻ അകത്താ ചേട്ടാ. ഭാഗ്യം. അതല്ല വീട്ടിനകത്താന്ന്. ചേട്ടൻ കേറി വാ ചേട്ടാ. നീ ഇങ്ങോട്ട് പാടി. ഞാനെങ്ങാലും ഈ പടി ഔട്ടി എന്റെ മുട്ടുകാരി എല്ലാം ഇടിക്കുന്നാണ് അങ്ങേരി പറഞ്ഞേക്കണത്. എന്നോട് അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടാന്നാ പറഞ്ഞിരിക്കുന്നെ. എന്റെ അച്ഛനാറടി ടോൾ ഗേറ്റിന്റെ സെക്യൂരിറ്റിയാ. എന്തായാലും എനിക്ക് എന്റെ കൊച്ചിനെ കാണണം. ചേട്ടൻ ചാടി വാ ചേട്ടാ. ഇവളിന്ന് എന്നെ തല്ലു കൊള്ളിക്കുന്നാണ് തോന്നണത്. അയ്യോ ചേട്ടാ 3 വട്ടം ചാടിയേ. ഒന്നി പിടിച്ച 3 എങ്ങനെ ചാടിയാലും നിന്റെ അച്ഛന്റെ നാട്ടിൽ കൊള്ളും. അത് വേറെ കാര്യം. എന്നെ കൊച്ചാടി നിന്റെ അച്ഛൻ വന്നിട്ടോ? അയ്യോ അയ്യോ അയ്യോ, കണ്ടില്ലേ കൊച്ചു ചേട്ടനെ പോലെ ഇരിക്കുന്നേ. വെറുതെ നീ എന്നെ പറ്റിക്കല്ലേടി. എന്തേ കൊച്ചിരിക്കല്ലേ കിടക്കല്ലേ? ചേട്ടൻ ഒരു കാര്യം. മോളെ അയ്യോ കൊച്ചിന് കുറുക്ക് വെക്കണോ? ഈ കുരിപ്പിന് ഞാൻ ഇന്നൊരു കുരുക്ക് വയ്ക്കും. വിളിക്കണോ? വിളിക്കണോ? അയ്യോ എന്താ